കൃഷ്ണ പോവാം നമുക്ക്. എനിക്കെന്തോ പേടിയാവുന്നു. ഈ ഒരു വീഡിയോ കണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇവർ ഏതോ ബീച്ചിൽ പോയപ്പോൾ സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അതായത് അവരുടെ മുടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണും. ഇത് ബീച്ച് ഏരിയകളിൽ മാത്രമല്ല, തുറസായ സ്ഥലങ്ങളിൽ, മരുഭൂമിയിലോ അല്ലെങ്കിൽ അതുപോലെ തുറസായ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സംഭവിക്കാം. ഇതൊരു സൂചനയാണ്, വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണ്. ഇത് വലിയൊരു ലൈറ്റ്നിങ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ബിൽഡപ്പിൻ്റെ സൂചനയായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറുക, പ്രത്യേകിച്ച് ബീച്ച് ഏരിയകളിൽ നിന്നൊക്കെ മാറുക, ഒരു ഷെൽട്ടറിലേക്ക് മാറുക. അതായത് ഒരു വണ്ടിക്കകത്തേക്കാവാം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനകത്തേക്കാവാം. മാറാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറുക. പ്രത്യേകിച്ച് വാട്ടർ ഏരിയയിൽ നിന്ന് മാറുക. വാട്ടർ നല്ലൊരു ഇലക്ട്രിസിറ്റി കണ്ടക്ടർ ആണെന്ന് അറിയാലോ. നമുക്ക് മാറാൻ പറ്റാത്ത അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് മാറാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റ്നിങ് പൊസിഷൻ അല്ലെങ്കിൽ ക്രൗച്ച് സ്ലോ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ തുടരാൻ ശ്രമിക്കുക. പിന്നെ മെറ്റൽ ഒബ്ജക്ട്സ്, അതായത് നമ്മൾ ഫിഷിംഗ് റോഡോ അങ്ങനെ ഫിഷിങ്ങിനൊക്കെ പോകുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ഇതൊക്കെ കാണുന്നത്. മെറ്റൽ റോഡോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മെറ്റലുമായിട്ടുള്ള കോൺടാക്ട് പരമാവധി ഒഴിവാക്കുക. ഉയരമുള്ള മരങ്ങളുടെ ചുവട്ടിലൊന്നും പോയി നിൽക്കാതിരിക്കുക. അത് കൂടുതലായിട്ട് ലൈറ്റ്നിങ്ങിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും ഒരു തമാശയായിട്ടാണ് അത് എടുക്കാറ്. പക്ഷേ ഇത്തരം സൂചനകൾ ലഭിച്ചാൽ ഒരിക്കലും അവിടെ തുടരരുത്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക.